ഞാനിനി നമുക്ക് മോർണിംഗ് ഷോയിൽ അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഒരു എഴുത്തുകാരനാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി വരുന്നത്, ജയചന്ദ്രൻ മുഖേരി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ എല്ലാവർക്കും ഒരുപക്ഷെ കൂടുതൽ പ്രേക്ഷകർ വായിച്ചിട്ടുമുണ്ടാവുക അദ്ദേഹത്തിൻ്റെ ഒരു ജയിൽവാസ അനുഭവം എഴുതിയ തക്കിച്ച എൻ്റെ ജയിൽ ജീവിതം എന്ന പുസ്തകമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ സഫീറ മഠത്തിലകത്തുണ്ട്. മാലദ്വീപിലെ ജയിലറകളിൽ കുടുങ്ങിപ്പോയ ഒരു മലയാളി അധ്യാപകൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. വാർത്തകളിൽ നിന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി ഇടം പിടിച്ച ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട കഥകളും അദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങളുമെല്ലാം. അതിനുശേഷം ഇന്ന് വീണ്ടും അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ജയിൽ അനുഭവങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹമാണ് ഇന്നത്തെ അതിഥിയിൽ നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം. അവാർഡ് കിട്ടി, സാഹിത്യ അക്കാദമിയുടെ അവാർഡ്. അപ്പം ഈ ഒരു ജയിലനുഭവങ്ങൾ അത് എത്രമാത്രം സാറിന് ഈ ബുക്കിൽ, ഇതൊരു ആത്മകഥ ആണല്ലോ, ഇതിലെങ്ങനെ സാറിന് എഴുതി പിടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് ആ സമയത്ത് തന്നെ ഒരു 2014 ഡിസംബറിലാണ്, ഡിസംബർ 25 ഒരു ക്രിസ്മസ് സമ്മാനമാണ്. അതെൻ്റെ സുഹൃത്ത് ജോ മാത്യു പറയും, അവന് ക്രൈസ്റ്റിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ എന്നൊക്കെ ഒരു തമാശക്കൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ 25-നായിരുന്നു, ഡിസംബർ 25-നാണ് വന്നത്. അപ്പോൾ അതിന് ശേഷം ഇത് എഴുതാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ശരിക്കും മെമ്മറിയൊക്കെ വല്ലാതെ മിസ്സായിപ്പോയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞാനത് പുസ്തകത്തിനെ കുറിച്ചിട്ട് പറയും. ഇപ്പോൾ മകളുടെ ഒരു ഘട്ടത്തിൽ മകളുടെ തന്നെ മുഖം ഓർത്ത് കിട്ടാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു തലക്കരടി കിട്ടിയ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ ഞാനിത് എൻ്റെ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. മൊയ്തു വാണിമൽ, അതുപോലെ മൈന ഉമൈബാൻ, ജോ മാത്യു, എൻ്റെ ബന്ധുവായിട്ടുള്ള ശ്രീജിത്ത്, ചന്ദ്രൻ പുതിയോട്ടിൽ, ഇങ്ങനെയുള്ള കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ മൊയ്തു എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, യൂണിവേഴ്സിറ്റി എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ മൊയ്തു എന്നോട് പറഞ്ഞിരിക്കുന്നത്, നീയത് ഇപ്പോൾ ഗ്രോ വാസുവേട്ടൻ്റെയൊക്കെ തന്നെ ഏതൊക്കെ പറഞ്ഞിട്ട് പറയും, നീ അത് ശരിക്കും ഫുള്ളായിട്ട് അത് എഴുതി കളയുക. അങ്ങനെ ആണ് അത് എഴുതുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് എഴുതിയോടുകൂടി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തക്കിച്ച എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പുറത്തേക്കുന്നുള്ളതാണ്. ശരിക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഈ സാധനം മുഴുവൻ അങ്ങ് പുറത്തേക്ക് ഒരവസ്ഥയുണ്ടായിരുന്നു. അതോടുകൂടി ആ നീറ്റലങ്ങ് അടങ്ങാണ്. മാത്രമല്ല, അപ്പോൾ ഞാൻ തിരൂര് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ആ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് വേർഡ്സ് ഒന്നും കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ ചിലയിടത്തിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാരൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോഴും എനിക്ക് പല വാക്കുകളും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരമായത് എഴുത്താണ്. ആ പുസ്തകത്തിന് എഴുതുക അത് പൂർണ്ണമായിട്ടും അതേ രീതിയിൽ ഞാൻ അനുഭവിച്ച അതേ രൂപത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അത് ആ സമയത്ത് തന്നെ എഴുതിയതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ അത് ഒരുപക്ഷെ അത്രയൊന്നും നീതി പുലർത്താൻ പറ്റിയെന്ന് തോന്നുന്നില്ല. പക്ഷേ അപ്പം തന്നെ എഴുതിയതുകൊണ്ട് ഏതാണ്ടത് നല്ല ശതമാനം അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ എഴുതാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജയിൽ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമുക്ക് ഒരു ദിവസം പോലും ഒരാൾ നിർബന്ധിപ്പിച്ച് പിടിച്ചു വെച്ചാൽ പോലും പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. അതിനേക്കാളും ഭീകരമാണല്ലോ. അതും പ്രത്യേകിച്ച് ഒരു പുറം രാജ്യത്തെ ജയിൽ അനുഭവം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് സാറ് ശരിക്കും ഒരു ഒറ്റപ്പെട്ടാന്ന് നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് പറയാം. അത് സത്യത്തിൽ നമ്മളെ ഒരു മുറിയിൽ നമ്മൾ കൊളുത്തിട്ട് വാതിലിൻ്റെ സാക്ഷ്യമിട്ടിട്ട് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് പ്രയാസമില്ല. പക്ഷേ ഒരാൾ ആ കഥ കടച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ കഥ കടച്ചിട്ട് വേണമെങ്കിൽ മണിക്കൂറുകളോളം കിടന്നുറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇരിക്കുകയായിരിക്കും. അതിന് നമുക്ക് പ്രയാസം ഉണ്ടാകും. പക്ഷെ ഒരാൾ അടച്ചിട്ട് പോകുന്ന സമയത്ത് വല്ലാത്തൊരു ശ്വാസം മുട്ടലല്ലേ. ആ ശ്വാസം മുട്ടലായിരുന്നു ഏതാണ്ട് 9 മാസവും അനുഭവിച്ചു. അതെങ്ങനെയെന്നുള്ളത് ശരിക്കും പറയാൻ പറ്റാത്ത അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിപ്പോൾ ഈ അഴിയൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുക, നമ്മൾ ജനൽ പിടിച്ചിട്ട് പുറത്തേക്ക് നോക്കാറുണ്ട്. പക്ഷേ ഇത് അഴി പിടിച്ചിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ, അപ്പുറത്ത് പോലീസുകാരുണ്ടല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുമ്പോഴാണ് നടുങ്ങിപ്പോകുന്നത്.
അപ്പോൾ ഈ ചില സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്തൂടെ നോക്കുമ്പോൾ വിമാനം കാണുക, അല്ലെങ്കിൽ അപ്പോഴാണ് ഈ ഓന്തിനെ കുറിച്ചൊക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ അതുവരെ ഓന്തുകളെ കാണുന്നുണ്ടായിരിക്കാം, ഉറുമ്പുകളെ കാണുന്നുണ്ടായിരിക്കാം, പക്ഷെ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ എനിക്ക് വേറൊന്നും കാണാനില്ലാത്തതുകൊണ്ട്, പത്രമില്ല, TV ഇല്ല, ഒന്നുമില്ല. ആകെയുള്ള ഈ തടവുകാരാണ്. അവരിൽ അധികവും ബംഗാളികളാണ്. അവരുടെ ബഹളവും അട്ടഹാസവും അടിയും എല്ലാം ഉണ്ട്, ഭയങ്കര ഒക്കെ ഉണ്ട്. സാർ അന്ന് തിരിച്ചു വരുമ്പോഴത്തെ വായനക്കാർ ഇപ്പോൾ വീണ്ടും കാണാൻ പോകുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പുരസ്കാരം കിട്ടിയിട്ടാണല്ലോ. അപ്പോൾ ചെറിയൊരു ബ്രീഫായിട്ട് സാറിൻ്റെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യുന്നതിന് മുന്നത്തെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു? ദ്വീപിൽ ഈ മലയാളികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഇൻഗുരായുധ ദ്വീപിൽ എനിക്ക് കുറച്ചുകൂടി നല്ല ടീച്ചേഴ്സ്, കുറച്ചുകൂടി സഹകരണമുള്ള മലയാളികൾ വളരെ അടുപ്പം തോന്നിയ കാര്യം. മറ്റെല്ലാ ദ്വീപുകളിലും മലയാളി അധ്യാപകർ തമ്മിൽ തന്നെയും പാറയുണ്ടാകും, ഗ്രൂപ്പുകളുണ്ടാകും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ കേൾക്കുന്നത്. എന്നാലും നമുക്ക് എവിടെയാണെങ്കിൽ തന്നെ 1-2 ചങ്ങാതിമാർ കിട്ടുമല്ലോ. അതെ 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 അതെ, അവരുടെ ഒരു കൂട്ട്, അതാണ് ഈ പ്രകാശൻ, അങ്ങനെയുള്ള ആളാണ്. ആദ്യത്തെ ദ്വീപിൽ റാഫി, സുധീഷ്, ഇങ്ങനെയൊക്കെയുള്ള ലാൽസൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പേര്, ജോമി, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏതാണ്ട് എല്ലാ ആൾക്കാരും, സൂര്യൻ, ഇവരൊക്കെ നല്ല ഫ്രണ്ട്സായിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ അവസാനത്തെ ഫിയലി ദ്വീപിൽ എൻ്റെ ഏറ്റവും വലിയ കൂട്ട് ഒന്ന് പ്രകാശായിരുന്നു, പിന്നെ ഒരു ബിനോയ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ജിമ്മി, ബാബുരാജ്, ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു നല്ല കൂട്ടായിട്ട്, ഷെബി എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാർ, ഇവരൊക്കെ നല്ലൊരു കൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്കിൽ തന്നെ എന്ന് വെച്ചാൽ ഒരു വിരസതയാണ് അവിടെ. അപ്പോൾ അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഞാനെപ്പോഴും ഒരു കെട്ട് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് സിനിമകൾ, വേൾഡ് ക്ലാസിക് സിനിമകളൊക്കെ കണ്ടിട്ട് ചെയ്യുകയും. അപ്പോൾ ആ സമയത്താണ് ഞാൻ ചെറുതായിട്ട് അന്ന് ആദ്യം മൈന ഉമൈബാനായിരുന്നു അവരുടെ ഒരു നാട്ടുപച്ച എന്ന് പറഞ്ഞ ഓൺലൈൻ, അതിലായിരുന്നു ദ്വീപിൻ്റെ വിശേഷം ആദ്യം എഴുതുന്നത്. സത്യത്തിൽ വീണ്ടും നിലച്ചുവരെഴുത്തിലേക്ക് വീണ്ടും അതിനൊരു ഇൻസ്പിറേഷൻ തരുന്നത് മൈനയാണ്. അപ്പോൾ പിന്നീട് അത് കഴിഞ്ഞ ശേഷം KP റഷീദും മൊയ്തുവിൻ്റെ ഒരു 4-ാം ഇടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആണ് മാഷെ നിങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്യാം. അങ്ങനെയാണ് കടൽ നീലം എന്നൊരു പരമ്പര ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു 7 അധ്യായത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിലൊക്കെ മനസ്സിലായി. അപ്പോഴേക്കും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു വരവായല്ലോ, അതിലൊക്കെ കുറച്ച് സ്പെൻഡ് ചെയ്യുക. അന്നൊക്കെ ഒരു ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ സജീവമായിട്ട്, ഇപ്പോൾ അധികം സജീവമായിട്ടുണ്ടാവില്ല, പക്ഷേ അത് സജീവമായിട്ട് അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കൂട്ടുകാരെ കിട്ടുകയും അവർ ചില ആൾക്കാരെ ഫേസ്ബുക്കൊക്കെ വന്നൊരു സമയമാണല്ലോ, അപ്പോൾ അവർ ചില ആൾക്കാരൊക്കെ വിളിക്കും. അങ്ങനെ കുറേ ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോഴൊക്കെ അവരോട് പോയിന്ന് എനിക്കറിയില്ല, സ്ഥിരമായിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ ചങ്ങാതി കൂട്ടങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വല്ലപ്പോഴും അൺഇൻഹബിറ്റഡ് ദ്വീപിലൊക്കെ പോകും. അങ്ങനെ ഒരു ദ്വീപിൽ ഞാൻ തനിച്ച് നിന്ന് ഓർമ്മയുണ്ട്. ഒരു ദ്വീപിൽ അതെനിക്ക് ഭയങ്കര രസം തോന്നി, റോബിൻസൺ ക്രൂസോനൊക്കെ പോലെ ഇങ്ങനെ നിന്നിട്ട് ചുറ്റിലും കടൽ എന്നൊക്കെ പറയുന്നത്. അതൊരു പേടിയാണോ എക്സൈറ്റഡ് ആണോ എന്താണ്? എനിക്കിത് ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഇതുണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുക. നീ കുറേ കാലം ഇപ്പോൾ ഫാദറൊക്കെ മരിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ അധികവും ഞാനാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോയി. അപ്പോൾ ഈ ആ സോളിറ്റ്യൂഡ്, അതുകൊണ്ടാണ് വായനയോടൊക്കെ ഒരു കമ്പം തോന്നുന്നത്. അപ്പോൾ ദ്വീപിൽ നിൽക്കുമ്പോഴും ഉണ്ടല്ലോ, നമ്മൾ മാത്രമുള്ള ഒരു സ്ഥലം, നമ്മളെ മാത്രമേ ഇടുന്ന അർത്ഥത്തിൽ ചുറ്റും കടൽ, ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നൊരു ഭയങ്കരമായ രസം തോന്നി. ചില മാലദ്വീപ് കാഴ്ചയിൽ അതിമനോഹരമാണ്. അത്രയും മനോഹരമായിട്ടുള്ള ദ്വീപുകൾ, ചിലർക്ക് നമ്മൾ സ്വപ്നം കാണുന്ന പോലെ അത്രയും മനോഹരമായിട്ടുള്ള ദ്വീപുകളാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റും ഈ കോറലൊക്കെ തന്നെ ഇളം പച്ചവെള്ളം, നമുക്ക് വേണമെങ്കിൽ ഒരു 100 മീറ്ററോളം ഇങ്ങനെ നടക്കാം, നീന്താം, അങ്ങനെയുള്ള രസമാണ്. പിന്നെ നല്ല മനോഹരമായ മീനുകൾ, അതൊക്കെ കണ്ട് ആ ഒരു സാധനം വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ഈ കടലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എൻ്റെ വീടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ കലമ്പലൊക്കെ ഉണ്ടാകും, അത് ശരിക്കും കേൾക്കാം. അതിൻ്റെ കലമ്പൽ, ഇടയ്ക്ക് ഡോൾഫിൻസ് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഈ പറക്കുന്ന മീനുകൾ ഉണ്ടാവും. അതെ അതെ, ആ ഒരു കാഴ്ചയൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഈ നമ്മൾ ദ്വീപിൽ നിന്ന് വേറെ ദ്വീപിലേക്ക് പോകുമ്പോൾ ഈ കടലുണ്ടല്ലോ, കടലിങ്ങനെ ശരിക്കും ഒരു ദീർഘവൃത്താകൃതിയിൽ ഇങ്ങനെ നമ്മളെ ബോട്ടിന് ലേശം മേലെ നിന്നിട്ട് കാണുമ്പോൾ എന്തോ ഈ എന്തുണ്ട് ഭൂമിയുടെ നെറുകയിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എന്താ അറിയില്ല, ഞാനിപ്പോൾ എഴുതുമ്പോൾ ഈ കടൽ എന്നുള്ള വാക്ക് എനിക്ക് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. കാരണം അത്രയും
ഇഷ്ടമാണ് കടൽ. പുറത്തിറങ്ങിയതിന് ശേഷമുള്ള അനുഭവങ്ങളാണല്ലോ ഈ പുസ്തകത്തിൽ അന്നത്തെ അനുഭവങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ മാലദ്വീപിലെ ഈ ഒരു ജയിലിൽ പെടുന്നതും അതിൻ്റെയൊക്കെ ഒരു ബ്രീഫ് ചെയ്ത് പറയാമോ? ഈ മാലദ്വീപിലെ ഇപ്പോൾ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ വലിയ പാടാണ്. അവർ പലപ്പോഴും ക്ലാസ്സിൽ ഇങ്ങനെ ഓടി ചാടി നടക്കും. പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവർക്കറിയാം ഈ ടീച്ചേഴ്സ് അവർക്ക് ഒരു ഗതിയില്ലാതെ വന്നിരിക്കുന്ന ആൾക്കാരാണെന്നുള്ള ധാരണയാണ്. അതവർ പറയുകയും ചെയ്യും. ഞാൻ 4 ദ്വീപിലാണ് ക്ലാസ് എടുത്തത്. ജീവിതം അങ്ങേറ്റം ബുദ്ധിമുട്ടാണ്. നല്ല മനുഷ്യരുണ്ട്, അതേസമയത്ത് ഈ കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാം. അപ്പം ഞാൻ ഈ കുട്ടിയെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയതാണ്. കാരണം വെച്ചാൽ ഇവർ ഈ സൂപ്പർവൈസേഴ്സൊക്കെ ഇങ്ങനെ വന്നു നോക്കും. നമ്മളത് പിടിച്ചിരുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോരാത്തൊരു അധ്യാപനം നടത്തില്ല. അപ്പോൾ ഇവർ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ അപ്പോൾ ഈ കുട്ടികളുടെ ബോഡി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പരാതിയാവും. അത് ചിലപ്പോൾ അവർ പറയില്ല, പക്ഷെ ചിലപ്പോൾ അവർക്ക് ഉണ്ടല്ലോ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ശരീരത്തെ തൊട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർ അന്വേഷിക്കാൻ പോകും. അങ്ങനെ അന്വേഷിച്ചതേ ഉള്ളൂ ഈ എന്താണ് ഈ കുട്ടി പറയുന്നത്. ചിലപ്പോൾ ഈ കുട്ടികൾ വെറുതെ സ്റ്റോറി ഉണ്ടാക്കും. പക്ഷേ അവിടെയുള്ള ഈ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഹെഡ് മാസ്റ്റർ ജനറൽ മിനിസ്ട്രി കാച്ച് അങ്ങനെ ചൈൽഡ് അബ്യൂസ് കേസിലേക്കാണ് ആ സംഭവം പോകുന്നത്. പക്ഷെ അത് പിന്നെയും മാറിയിട്ട് അത് നവംബർ ആകുമ്പോൾ സമയത്ത് 2014 നവംബർ ആകുമ്പോഴേക്കും ആ 15 കൊല്ലാണ് ചൈൽഡ് അബ്യൂസ് കേസിന് അവർ കൊടുക്കുന്ന ശിക്ഷ. പക്ഷേ 25 വർഷം എന്ന് പറയുന്ന ശിക്ഷയായിരുന്നു അന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ അതും അല്ലായിരുന്നു കേസെന്ന് പിന്നെ വരുന്നു. അതൊക്കെ കഴിഞ്ഞു, നമ്മളതൊക്കെ വിട്ടു കഴിഞ്ഞു. ഇനി ഇപ്പോൾ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഒരു അനുഭവം ഇങ്ങനെ വീണു പോകുന്ന അക്ഷരങ്ങളാണല്ലോ. അതെ അതെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സാധാരണ മനുഷ്യന് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഇരിപ്പിനൊക്കെ വായിച്ചു തീരുന്ന, അതേസമയം അതിഭീകരമായി ഇങ്ങനെ വേദനിച്ച് രാത്രിയും ആ കടൽ യാത്രകളോ പോലീസിൻ്റെ കൂടെ പോകുന്ന യാത്രയൊക്കെ ഉറക്കം വരാണ്ട് കൈയും കാലം വേദനിച്ച് ചാരിയിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ പോലീസ് നോക്കുന്നു, ചുറ്റുള്ള ആളുകൾ എന്താണ്, അങ്ങനത്തെ ഒരു അവസ്ഥ അത് അതിഭീകരമാണെന്ന് തന്നെയാണല്ലോ. അതെ അതെ അതെ, അതിലിപ്പോൾ ഞാൻ അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഏതാണ്ട് ഈ പോലീസുകാരൻ ജയിലിൽ നിന്ന് ബോട്ടിൽ കയറി ഇരുന്നിട്ട്, അപ്പോൾ നമ്മളിത് ബോട്ടാണെന്നാണ് വിചാരിക്കുന്നത്. ബോട്ടാണല്ലോ, അപ്പോൾ ബോട്ടിൽ എനിക്ക് എവിടെയും സഞ്ചരിക്കാമല്ലോ ബോട്ടിനകത്ത്. പക്ഷേ ഞാൻ ഇങ്ങനെ ബോട്ടിൽ നിന്ന് ഇങ്ങനെ കടൽ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് പോലീസ് അവിടെ നിൽക്കരുത്, ഇവിടെ ഇരിക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇയാളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ട് ടോയ്ലറ്റിലേക്ക് പോയിട്ട് താഴെ ചായ ഇട്ടു എന്നൊക്കെ നോക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കക്ഷി പിന്നെയും ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പറയുന്നുണ്ട്, ഇതും ജയിൽ തന്നെ, ജയിലിൻ്റെ ബാക്കി ഭാഗം തന്നെ എന്ന് തോന്നുന്നൊരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ജയിലിൽ അകപ്പെട്ട സമയത്തുള്ള എല്ലാ വ്യക്തികളും അവരുടെ ഇടപെടലുകളും ഒക്കെ നമുക്കൊരു വല്ലാത്തൊരു ഭീതിയോടെ ഒരു കാഴ്ചയായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയാണല്ലോ രക്ഷപ്പെടാനുള്ള ഒരു ഇത്. അപ്പോൾ ഇപ്പം 25 വർഷം എന്നൊക്കെ കേട്ടപ്പോൾ എന്തായിരുന്നു അന്ന്, എന്തൊരു പ്രതീക്ഷയാണുള്ളത്? എന്തെങ്കിലും തരി എപ്പോഴെങ്കിലും ഉണ്ടാകും. നമുക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇതാണല്ലോ, ജീവിക്കുന്നത് പ്രതീക്ഷയാണല്ലോ. ഈ ജയിലിലിരിക്കുമ്പോൾ നിങ്ങളൊരു അനുഭവമുള്ള ഒരാളായത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്രതീക്ഷകൾ, കുഞ്ഞു പ്രതീക്ഷയെങ്കിലും വരൂ? അല്ല, ഈ പ്രതീക്ഷ നമ്മളിപ്പോൾ ഇങ്ങനെ പ്രതീക്ഷ പുലർത്തും. കാരണം ഞാനിതൊന്നും അറിയില്ല, ഇവിടെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള വർക്കുകളോ ഒരു സംഭവം നമ്മൾ അറിയുന്നില്ല. അതാണൊരു കാര്യം. വേണമെന്ന് വെച്ചാൽ ഏതാണ്ട് നവംബറിന് ശേഷം ഈ പ്രകാശ് ഇങ്ങോട്ട് വന്നു, നാട്ടിലേക്ക് വന്നു. അതിൽ ഞാൻ കെന്നിനോട് പറയുന്നുണ്ട്, ഇനി നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ട് എനിക്കോ എന്ന് കെൻ ചോദിക്കുന്നത്. അപ്പോൾ കെന്നോട് പറയുന്നത്, കെൻ എനിക്കും ആരുമില്ല വരാൻ എന്ന് പറയുന്നത്. അപ്പോഴേക്കും ഇവരെല്ലാം വെക്കേഷനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നുള്ള ഒരു കാര്യവും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 25 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഓരോ ദിവസവും ടെൻഷനാകാണ്, ഒരു പ്രതീക്ഷ പോലും ഇല്ലാതാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ എഴുത്ത്, ഇപ്പോൾ ഈ അനുഭവങ്ങൾ മാത്രമല്ലാതെ അതിന് മുന്നും സാർ എഴുതിയിട്ടുണ്ടല്ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത്. 10ാം ക്ലാസ്സിലും അതുപോലെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ തന്നെയും കഥക്കും കവിത കിട്ടി. പിന്നീട് ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നൊരു കഥ ഉറുമ്പുകൾ എന്നുള്ളൊരു കഥയായിരുന്നു, ഒരു ഭരണയന്ത്രമാസിക എന്നുള്ളത്. അതിൻ്റെ കഥയും അതായത് അതിൻ്റെ കോപ്പികൾ നഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് വല്യമ്മ പേജെടുത്ത് വെച്ചാണ്, അതിൻ്റെ പേജാണ് എനിക്ക് അയച്ചു തന്നത്, കോപ്പി കിട്ടിയില്ല. അതെന്തോ ഒരു പോയി തുറക്കാൻ വേണ്ടിയിട്ട് വല്യമ്മ എടുത്ത് തുറച്ചുകൂടി ആ പേജ് പോയിട്ടാണ്. പിന്നീട് ജേർണലിസമൊക്കെ കഴിഞ്ഞ സമയത്ത് മാസികകളിലൊക്കെ തന്നെ എഴുതാൻ തുടങ്ങി.
ആ എഴുത്തും പിന്നീട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ അത് നിലച്ചു. ഇപ്പോഴും അതിന് തുടർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പുസ്തകം സാറിന് സന്തോഷമുള്ള ഒരു നിമിഷമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. എന്ത് തോന്നുന്നു? സന്തോഷമാണോ? അത് ഇത്രയും വേദനകൾക്ക് മുകളിലുള്ള ഒരു ആശ്വാസമാണോ? എന്ത് തോന്നുന്നു? ഈ നമ്മളിപ്പോൾ വലിയ വലിയ എഴുത്തുകാർ എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെയൊക്കെ ഒരു ഇടയിലേക്ക് ഞാൻ എത്തിയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ആറ്റൂരവർമ്മ, അതുപോലെ കൽപ്പറ്റ നാരായണ മാഷ് തുടങ്ങിയ വലിയ വീരാൻകുട്ടിൻ്റെ അടുത്ത സുഹൃത്തുമാണ്, കൽപ്പറ്റ നാരായണ മാഷ് സുഹൃത്താണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ അവരൊക്കെ വലിയ വലിയ എഴുത്തുകാരുടെ ഇടയിൽ നമുക്കൊരു ചെറിയൊരു ഇരിപ്പിടം കിട്ടിയോ എന്നൊരു ചിന്തയിൽ ചെറിയൊരു സന്തോഷം. ഇനിയും അനുഭവങ്ങളൊക്കെ ഈ നല്ലതുപോലെ പകർത്താൻ കഴിയട്ടെ. ഇനി അടുത്ത പുസ്തകങ്ങളൊക്കെ വളരെ സന്തോഷം. ഈ നല്ല അതെ, ഓക്കെ. സന്തോഷം.